വീഡിയോയിലേക്കും ചായക്കൂടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലും തെളിച്ചൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ വെള്ളത്തിൽ കുതിർന്ന് കിടക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. എന്നാലും വല്ല പയറോ വെണ്ടയ്ക്കോ വല്ല ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്ന് വിചാരിച്ചു. ചിലതൊക്കെ എലിയോ എന്തൊക്കെയോ കടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ വീണ് പോയതുണ്ട് കുറേയൊക്കെ. ഇനി മഴയൊന്ന് കുറഞ്ഞതിൻ്റെ ശേഷം എല്ലാം നന്നാക്കി കൊണ്ടുവരണം. പിന്നെ മിറ്റവും കുറച്ചൊന്നും ഉണങ്ങിയല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചളി ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണതെന്നൊരു ചായയുടെ കടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ സാധാരണ ഇപ്പോൾ ദോശമാവൊക്കെ ബാക്കി വരും, ഇഡ്ഡലി മാവ് ബാക്കി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും പൊടികളൊക്കെ ചേർത്തിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം, കുട്ടികൾക്കല്ല നമുക്കും വൈകുന്നേരം ചായക്ക് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് അത് അഭിപ്രായം പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ സ്നാക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പക്കാവട എന്നോ അങ്ങനെ എന്താ ഉണ്ടാക്കുക പാലക്കാട് പറയുക. ഇത് ഇഡ്ഡലി മാവാണ്. വാങ്ങിയ ഇഡ്ഡലി മാവാണ്, ഞാൻ അരച്ചതല്ല. വാങ്ങിയ ഇഡ്ഡലി മാവ് കുറച്ച് ബാക്കിയുള്ളതാണ്. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആക്കണം നമുക്ക് മാവ്. അതിന് വേണ്ടിയിട്ട് ഒന്നില മൈദ, അല്ലെങ്കിൽ ഞാൻ ആട്ടപ്പൊടിയാണ് കുറച്ചെടുക്കുന്നത്. എന്തെങ്കിലും മൈദ ഇല്ല. പിന്നെ ഒരു ചെറിയ സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് കരിവേപ്പില. ഇത് ഞാൻ ഈ ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിൽ ചേർക്കണം. പിന്നെ ഉപ്പ് പാകമാണോ നോക്കിയിട്ട് കുറച്ച് ഉപ്പിടണം. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഒരു നുള്ളി ചേർക്കണം. പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം. പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കണത്. മുളക് പൊടി ഇതിൽ ചേർക്കണ്ട. മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും എണ്ണയിലിടുമ്പോൾ. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്യട്ടെ. അപ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ. നമുക്ക് ആവശ്യത്തിന് ആട്ടപ്പൊടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് ടൈറ്റാക്കി എടുക്കണം. കുറച്ച് സ്പൂൺ കൊണ്ട് മുക്കിയിടാൻ പാകത്തിന് ടൈറ്റാക്കി എടുക്കണം. ഇപ്പോൾ മാവ് പാകമായിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ നുള്ളി ഇടാവുന്ന എണ്ണയിലേക്ക് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ടോ അല്ലെ കൈ കൊണ്ടോ നുള്ളി ഇടാവുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുക്കണേ. ചെറുതായിട്ട് ഇടാവൂ, അല്ലെങ്കിൽ ഉള്ളി വേവില്ല. ഇട്ട ഉടനെ നമ്മളിങ്ങനെ ഇളക്കാൻ പാടില്ല. അത് കൂട്ടി ഒട്ടി പിടിക്കും. ഒന്ന് ഫ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ ഒന്നിങ്ങനെ അനക്കി കൊടുത്താൽ മതി. കണ്ടോ, ഉഴുന്നുവട പോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് സോസും കൂട്ടി കഴിക്കാൻ. കുട്ടികൾക്ക് മഴക്കാലത്ത് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ രാവിലത്തെ ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ സോസൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തും കഴിക്കുമല്ലോ. ഇപ്പോൾ മഴക്കാലത്തൊക്കെ പുറത്തുനിന്ന് പലഹാരം വാങ്ങി കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങി കൊടുക്കണ്ട. ഇതുപോലെ ദിവസേന വീട്ടിലുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിരിക്കും.
പിന്നെ വറുത്ത സാധനങ്ങളോടാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, അങ്ങനെ വേറെ വേറെ വിട്ട് പോരും. കണ്ട പിന്നെ നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ വയറിനും മഴക്കാലത്ത് നല്ലതാണ്. മൈദയാണെങ്കിൽ അത്ര നല്ലതല്ല എന്ന് പറയാറുണ്ട്, പക്ഷെ ഇത് ഞാൻ ആട്ടപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ കളറായാൽ മതി, നമുക്ക് അടുപ്പത്തുനിന്ന് കോരാം. നല്ല അടിപൊളി ഒരു സ്നാക്കായില്ലേ ചായക്ക്. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഇഡ്ഡലി മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം കേട്ടോ. നമുക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കൈകൊണ്ട് നുള്ളിയിട്ടാലും മതി കേട്ടോ. ഇതേ അടുത്ത ട്രിപ്പ് ആയി കഴിഞ്ഞു. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചുടുങ്ങനെ കഴിക്കണം, തണുക്കാൻ നിൽക്കരുത്. സോസും കൂട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ ഉള്ളിച്ചമ്മന്തിയോ ഉള്ളിയും തക്കാളിയും കൂടി ചമ്മന്തി അരച്ചാലൊക്കെ നല്ല ടേസ്റ്റ്. അത് വെറുതെ തിന്നാനും ടേസ്റ്റ് കേട്ടോ ചായയുടെ കൂടെ. ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ, എന്നാലല്ലേ എനിക്കൊരു സന്തോഷം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.